സിവിൽ സർവീസ് സ്വപ്നം കണ്ടു തുടങ്ങിയത് വളരെ ചെറുപ്പത്തിലേ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കാനും ആരംഭിക്കുന്നത് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിന് ശേഷമാണ്. MBBS കഴിഞ്ഞതിന് ശേഷമായിരുന്നു. നമ്മൾ മറ്റൊരു വിഷയത്തിലൊരു MBBS പോലെയുള്ള ഒരു മേഖലയിൽ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ, ആ ഒരു ബിരുദം നേടിക്കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ UPSC എന്ന് പറയുന്നത് ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് അനുഭവപ്പെടുക. നമ്മൾ അത്രയും കാലം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. UPSC കാരണം ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ആവശ്യം ജനറൽ സ്റ്റഡീസും കറണ്ട് അഫെയർസും, ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ ഓരോരോ വിഷയങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ബിരുദത്തിൽ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരംഭിച്ചപ്പോൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരുന്നു ആരംഭിച്ചത്. എല്ലാവരും ചെയ്യാറുള്ളത് പോലെ NCERT പുസ്തകങ്ങളിൽ നിന്ന് തന്നെയാണ് ആദ്യം ആരംഭിച്ചത്. പക്ഷെ അതിനോടൊപ്പം എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങളിൽ നിന്നുമൊക്കെ വായിച്ച് കുറേയധികം വിഷയങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഒരു വിഷയം എടുത്ത് പഠിച്ചു തുടങ്ങുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ തിയറി ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി അതും കൂടെ അതിനൊപ്പം പഠിച്ചു പോവുക എന്നുള്ളൊരു ശൈലിയായിരുന്നു എൻ്റേത് എന്നാണ് എനിക്ക് തോന്നുന്നത്.